നമ്മൾ ഇന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗൂഗിൾ അനലിറ്റിക്സ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഒക്കെ പറഞ്ഞതൊക്കുന്നത് പോലെ ഇപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഫ്രീ ആണ്. അനലിറ്റിക്സ് ടൂൾ ദാറ്റ് ഹെൽപ്സ് യു ട്രാക്ക് അനലൈസ് വെബ്സൈറ്റ് ട്രാഫിക്. ഞാൻ ഇതിനു മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. എവറിത്തിങ് ക്യാൻ ബി ട്രാക്ട്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജ്. അതും 100% ആക്യുറസിയോട് കൂടി ട്രാക്ക് ചെയ്യാം. 100% 90%, 95% ആക്യുറസിയോട് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗൂഗിളിന്റെ തന്നെ ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. നമുക്കത് യൂസ് ചെയ്യാം. ഞാനത് നിങ്ങളെ പ്രാക്ടിക്കലി കാണിച്ചു തരും. ഈ ടൂള് നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ എത്ര വിസിറ്റേഴ്സ് വന്നു ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഏതൊക്കെ പേജിലാണ് നമ്മുടെ വിസിറ്റർ വന്നത്, ഏത് കീവേഡിൽ നിന്നാണ് വന്നത്, ഏത് ഡിവൈസസിൽ നിന്നാണ് വന്നത്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് വന്നത്, മൊബൈലിൽ നിന്നാണോ വന്നത്, ഡെസ്ക്ടോപ്പിൽ നിന്നാണോ വന്നത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്തു, പുതിയ വിസിറ്റർ ആണോ, ഓൾഡ് വിസിറ്റർ ആണോ, ന്യൂ വിസിറ്റർ ആണോ, എവറിത്തിങ് ക്യാൻ ബി ട്രാക്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിജിറ്റലിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ ഇതിനു മുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗില് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആവശ്യമുള്ളതും ബിസിനസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ശരിക്കും യൂസേജ് വരണം, അടുത്ത ലെവലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഫോക്കസും എന്ന് പറയുന്നത് എങ്ങനെ ഇന്റർനെറ്റിൽ നിന്നും ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിൽ ചിലർ SEO പഠിച്ചവരുണ്ട്, ഗൂഗിൾ ആഡ് പഠിച്ചവരുണ്ട്, സോഷ്യൽ മീഡിയ പഠിച്ചവരുണ്ട്, ചിലർ പഠിക്കാത്തവരുണ്ട്. അതൊക്കെ പഠിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇന്റർനെറ്റിൽ നിന്നും ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ എൻക്വയറിനെ കൺവേർട്ട് ചെയ്യുക, അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മുടെ ക്ലാസ്സിൽ പ്രസന്നൻ സാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാറിന് സ്വന്തമായിട്ട് ബിസിനസ് അല്ലേ? സ്വന്തം ബിസിനസ് അല്ല, ആ വർക്ക് ചെയ്യണം. ആ കമ്പനിക്ക് വേണ്ടി സാറ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാനാണെങ്കിൽ സാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സാറിന്റെ എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ? ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സൂപ്പർ. ഇപ്പൊ സാറിനെ പോലുള്ള ഒരു പ്രൊഫൈലാണ് സുൽഫി എന്ന് പറയും. സുൽഫി ഇതുപോലെ തന്നെ, അത് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലാണ്. ക്ലിയർ? അപ്പൊ സാറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സുൽഫിക്കുണ്ട് അഡ്വാൻറ്റേജ്, സാറിനുണ്ട്. ബാക്കിയില്ലാത്തവർ പേടിക്കേണ്ട. ആ സ്കില്ല് നിങ്ങൾക്ക് ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ സ്കില്ലുകൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ സാറിനൊരു സെയിൽസിന്റെ സ്കില്ലുണ്ട്, ഉണ്ടോ? ഇല്ലേ? സാറിന് ഒരു എൻക്വയറി കിട്ടിയാൽ സാറിന് അത് എങ്ങനെയെങ്കിലും കൺവേർട്ട് ആക്കാനുള്ള സ്കില്ലുണ്ട്. ശരിയാണോ? അതെ അതെ. സാറിന് വേണ്ടത് എൻക്വയറിയാണ്. അതെ. അപ്പൊ സാർ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിയുമ്പോൾ സാറിന് ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സാറ് തന്നെ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നു, സാറ് തന്നെ അതിനെ പ്രോസസ് ചെയ്ത് കൺവേർട്ട് ആക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അൾട്ടിമേറ്റ് ആണത്. അൾട്ടിമേറ്റ്. അതാണ് ഞാൻ എല്ലാവരോടും പറയണ, മാർക്കറ്റിംഗ് അറിഞ്ഞ് സെയിൽസ് അറിയണവർ ഇതും കൂടി പഠിക്കുക. അൾട്ടിമേറ്റ്. സാറ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് പറയാണ്, ഡോണ്ട് വറി, ഞാൻ തന്നെ എൻക്വയറി ജനറേറ്റ് ചെയ്തോളാം, ഞാൻ തന്നെ കൺവേർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ സാറ് പറയണ കാശിനാ കമ്പനിക്ക്. ഇതിൽ കൊടുത്തിട്ട് വേണ്ടേ? ശരിയല്ലേ? ബാക്കിയെല്ലാം വേറെ സംഭവങ്ങളാണ്. അപ്പൊ നമ്മളിത് പഠിക്കുന്നതും ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുൽഫി അത് ഓൾറെഡി ചെയ്തു തുടങ്ങി. അപ്പൊ അത് ഭയങ്കര ഡിമാൻഡിങ് ആണ്. അപ്പൊ ചിലവരതില്ലാത്തവർ പേടിക്കണ്ട. അത് നമുക്ക് അതിന്റെ സെയിൽസിന്റെ സെഷൻസും മറ്റു സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ തോട്ട് തരാണ്.
അപ്പൊ സാറ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് സാറിന്റെ ബിസിനസ്സിലേക്ക് സാർ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നു. ആ എൻക്വയറിനെ സാർ തന്നെ ക്ലോസ്. കാരണം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ചിലപ്പോൾ മാർക്കറ്റിംഗ് സാർ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആയിരിക്കും, ഇപ്പോൾ ഓൺലൈൻ ആണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നു, ഡേറ്റ വരുന്നു, സാർ അതിന്റെ സെയിൽ നടത്തുന്നു. ക്ലിയർ? അപ്പൊ സാറ് എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിലും വലിയൊരു ഡിസിഷൻ ഇല്ല. ഏറ്റവും ആപ്റ്റ് ആണ്. സാറിലായിട്ട് എല്ലാവരുടെ ആപ്റ്റ് ആണ്. ഞാൻ കുറച്ചും കൂടി ഇവരെ ഫീൽഡിലുള്ളവർ ഒന്നും കൂടി അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് റൈറ്റ് ഡിസിഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ചോദിച്ചോളൂ. ഒന്നുമില്ല. അപ്പൊ നമുക്ക്, ഞാനിത് പറയാൻ വന്നത്, അനലിറ്റിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എവറിത്തിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആദ്യം നമ്മൾ എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പഠിക്കുക, അതിനെ ക്ലോസ് ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ബാക്കിയൊക്കെ ആഡ് ഓൺ ആണ്, നല്ലതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മുടെ ട്രാഫിക് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് വിസിറ്റർ വരണേ എന്ന് നമുക്കറിയാൻ പറ്റും ഈ ടൂൾ വെച്ചിട്ട്. ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടൂളാണ്. എല്ലാവരും ടേമൊക്കെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് പല ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ അനലിറ്റിക്സ് ടൂളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ടൂള് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന ടൂളാണ്. ഇറ്റ് ഈസ് എ ഫ്രീ വെബ് അനലിറ്റിക്സ് ടൂൾ ബൈ ഗൂഗിളിനെ തന്നെയാണ്. നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിലേക്ക് എത്ര വിസിറ്റർ വന്നതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ ആണ്, നമ്മൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ടാവും. ആ ഷോപ്പിലേക്ക് എത്ര പേര് വന്നു, നമ്മൾ വന്നവരെ വിസിറ്ററിന് ഇൻഫോർമേഷൻ എഴുതി വെക്കും. അപ്പൊ നമ്മളൊരു ഷോപ്പ് ആണെങ്കിൽ ഒരു ഷോപ്പിൽ ഒരു ദിവസം 10 വിസിറ്റർ നമ്മൾ എഴുതി വെക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഷോപ്പിൽ 10 പേര് വന്നു. അതിന്റെ ഓൺലൈൻ ആണത്. നമുക്കൊരു ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് എത്ര പേര് വന്നു എന്നുള്ള നമുക്ക് ടൂൾ വെച്ച് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഇറ്റ്. എന്താണ് ഗൂഗിൾ അനലിറ്റിക്സ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എല്ലാവരും ക്ലിയർ ആണോ? സുൽഫി ക്ലിയർ? ക്ലിയർ ആണ് സർ. സർ, ഈ സെംബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ അനലിറ്റിക്സ് ടൂൾ ആണോ? ഒരുപാട് ടൂളുകൾ, ഒരു പ്രൊഡക്റ്റിനും ഒരേ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ടൂളുകൾ മാർക്കറ്റിലുണ്ട്. ക്ലിയർ? പക്ഷേ ഇതിലേറ്റവും പവർഫുൾ ആണ് ഈ ഗൂഗിൾ അനലിറ്റിക്സ്. ഓക്കെ, ഒരുപാട് ടൂളുണ്ട് ഇതേ സെയിം. അപ്പൊ നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ടെക്നിക്കൽ ലിറ്ററസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ടൂൾ നമുക്ക് അറിഞ്ഞാൽ, ചിലവരുണ്ട് സെയിം പർപ്പസിന് തന്നെ 10-20 ടൂൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില കമ്പനിക്കാർ ആദ്യം തന്നെ ചെയ്യുന്നത് CRM കൊണ്ടാണ് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് മാർക്കറ്റിങ്ങിന് പൈസ ഉണ്ടാവില്ല. ആദ്യം മാർക്കറ്റ് ചെയ്യുക, എൻക്വയറി ജനറേറ്റ് ചെയ്യുക, അതിന് എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക്. കാരണം അതാണ് നമുക്ക് ബിസിനസ് തരാം. അപ്പൊ SEM റേഷ്യോ എന്ന് പറയുന്നത് വേറെ, SEO റേഷ്യോ ആ സാധനം എന്ന് പറയുന്നത്, SEM റേഷ്യോ എന്ന് പറയുന്നത് വേറെ കുറെ ഇതിന്റെ അത്ര കിട്ടില്ല. ഇതാണ് നമ്പർ 1. ട്രാഫിക് കൂടുതലാണ്, അതായത് ഗൂഗിൾ യൂസേഴ്സ് കൂടുതലാണ്. യൂസേഴ്സ് അല്ല, ഇതിൽ കിട്ടുന്ന ഒരു ഫീച്ചറുകളും ഇതിന്റെ ഒരു ബെനിഫിറ്റുകളും ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഇതിൽ നിന്ന് കോപ്പി അടിച്ചൊരു കുഞ്ഞു സാധനം. ഇതില് 100 മാർക്കാണെങ്കിൽ 1 മാർക്കുള്ളൂ. അത്ര ഡിഫറൻസ് ആണ്. ക്ലിയർ? ഞാൻ ഇതിന്റെ ഒരു വേറൊരു ഇത് പറയും. ഞാൻ ഇതിന്റെ ഒരു ഡെപ്ത് അറിഞ്ഞത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചെറിയ ടൂളെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഡെപ്ത് അറിഞ്ഞത് ഞാൻ ജെറ്റ് എയർവേസിൽ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്തപ്പോ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഒരാളോടെ ചേർന്നു. ഞാൻ ചോദിച്ചു ഇത് എന്തിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഞാൻ ഈ അനലിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. കാരണം ജെറ്റ് എയർവേസിലേക്ക് ഒരു ദിവസം 30,000 വിസിറ്റർ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് മാനേജ്മെന്റ് വേണ്ട ഇൻഫോർമേഷൻ, ഇൻസൈറ്റുകളും കൊടുക്കാം. അതിന് വേണ്ട ഒരാളെ വെച്ചേക്കട്ടെ. അതായത് ഇപ്പോഴത്തെ ഡേറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്ന റോളാണത്. അതാണ് നിങ്ങൾ ഇപ്പൊ ചിലവർ ബിസിനസ് അനലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ചിലവർ നിങ്ങൾക്ക് ആ ടോപ്പിക് പഠിക്കും. ആ ടോപ്പിക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പഠിക്കാത്തവർക്ക് ആ ടോപ്പിക് വരുമ്പോൾ കിട്ടും. അപ്പൊ അതിന്റെ വേറൊരു വെർഷനാണ് ഈ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള ഡേറ്റകൾ നമുക്ക് എടുത്തിട്ട് ബിസിനസ് അനലിറ്റിക്സിന്റെ പവർ ബിയുടെ വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതൊക്കെ ഇതിന്റെ ഹൈ ലെവലാണ്. ആദ്യം നിങ്ങൾ ഡേറ്റ എടുത്ത് അടുത്ത് നിങ്ങൾ തന്നെ ഈ ടൂളുകളെ കുറിച്ച് അറിഞ്ഞാലാണ് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി വരുത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ക്ലയന്റിന് വേണ്ടിയിട്ട് 1 മില്യൺ ഡേറ്റ എടുത്തപ്പോൾ ഞാൻ ഡേറ്റകൾ എനിക്ക് മനസ്സിലായി, ഡേറ്റകൾ അനലൈസ് ചെയ്യേണ്ട സമയമായി. കാരണം ഞാൻ ഒരു ദിവസം അതുമാത്രം ഡേറ്റകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അനലിറ്റിക്സിനെ കുറിച്ച് എനിക്ക് ബേസിക് നോളജ് ആണ്. ഞാൻ എന്ത് ചെയ്തു, കേരളത്തിലെ ആരും അനലിറ്റിക്സ് പഠിപ്പിക്കുന്നില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല.
ഞാൻ എന്ത് ചെയ്തു, ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ ഇൻഫോസിസിലെ ഗൂഗിൾ അനലിറ്റിക്സ് മാനേജ് ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ ക്ലാസ്സിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. അവനാണ് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞപ്പോൾ ഇതിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയാൽ. ഓക്കെ, അപ്പൊ ഈ ഹിസ്റ്ററി അടുത്തതുണ്ട്. ഒറിജിനലി ബേസ്ഡ് ഓൺ ടെക്നോളജി. അതായത് അർച്ചിൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ അത് ഗൂഗിൾ അക്വയർ ചെയ്തു. ആദ്യം ഇതെന്ന് പറയുന്നത് ക്ലാസിക് അനലിറ്റിക്സ് ആണ്. ഞാൻ ക്ലാസിക് അനലിറ്റിക്സ് ഉപയോഗിച്ചേക്കുന്ന ആളാണ്. അതിനുശേഷമാണ് യൂണിവേഴ്സൽ അനലിറ്റിക്സ് വന്നു. ഇപ്പൊ ഇതിനറിയപ്പെടുന്നതാണ് ഗൂഗിൾ അനലിറ്റിക്സ് 4 എന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഗൂഗിൾ അനലിറ്റിക്സ് 4 എന്നാണ്. അതായത് GA4 എന്ന് പറയും. എല്ലാവരും എഴുതി വെച്ചേട്ടോ, ഗൂഗിൾ അനലിറ്റിക്സ് 4 GA4. ഞാൻ ഈ ടേമുകളും സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കമ്പനി ചെല്ലും ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഉപയോഗിക്കുക, കണക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ അതിന് ടെക്നിക്കൊക്കെ പറഞ്ഞു തരാം. എങ്ങനെയാണ്, എന്താണ് നിങ്ങളൊരു കമ്പനി ചെല്ലുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒക്കെ എഴുതി വെക്കുക. ഇത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഹൗ ഗൂഗിൾ അനലിറ്റിക്സ് വർക്ക്സ്. നമുക്ക് ഒരു ട്രാക്കിംഗ് കോഡ് ഉണ്ട്. ഗൂഗിൾ അനലിറ്റിക്സിന്റെ തന്നെ ട്രാക്കിംഗ് കോഡ് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് തരും. ഞാൻ നിങ്ങളിപ്പോൾ അത് പഠിപ്പിക്കാനാ പോണേ, എങ്ങനെയാണ് ട്രാക്കിംഗ് കോഡ് കിട്ടുക എന്നുള്ളതൊക്കെ പഠിപ്പിക്കണേ. ആ ട്രാക്കിംഗ് കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടിട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ പേജിൽ ഇടണോ, ഏതൊക്കെ പേജിൽ വിസിറ്ററാണ് ട്രാക്ക് ചെയ്യേണ്ടത്, ആ പേജിൽ നമ്മൾ കോഡ് ഇടണം. ദാറ്റ്സ് ഇറ്റ്. ആ കോഡ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എത്ര വിസിറ്റർ വന്നു, എവിടെ വന്നു, എല്ലാം ട്രാക്ക് ചെയ്ത് ഇതിന്റെ ഡാഷ് ബോർഡിൽ കാണിച്ചു തരും. ആ ഡാഷ് ബോർഡൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ആക്സസ് തരാനാണ് പോണേ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഐഡിയ പറയുന്നതാണ്. ഇപ്പൊ കുറച്ചൊരു അരമണിക്കൂറാണ് ഞാൻ ഈ തിയറി കാണിക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലാണ് ചെയ്യുന്നത്. ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ analytics.google.com ചെല്ലാം. അത്രേ ഉള്ളൂ. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് അക്കൗണ്ട്, എന്താണ് പ്രോപ്പർട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഡേറ്റ സ്ട്രീം, ട്രാക്കിംഗ് കോഡ് GTAG എന്ന് പറയാം. അതാണ് നമ്മൾ വെബ്സൈറ്റിൽ ഇടേണ്ടത്. വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനെ വെരിഫൈ ഇൻസ്റ്റലേഷൻ ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരും. എന്താണ് അക്കൗണ്ട്, എന്താണ് പ്രോപ്പർട്ടി, എന്താണ് വ്യൂ, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ സ്ട്രീം എന്നുള്ളത് ഞാൻ അതിൻ്റെ എടുക്കുമ്പോൾ പറഞ്ഞു തരാം. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതും. അതിലാണ് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് ചെയ്യാൻ പോണേ. വേണ്ട, ഇതാണ് അക്കൗണ്ട് സ്ട്രക്ചർ. അപ്പൊ ഗൂഗിൾ അനലിറ്റിക്സിൽ നമ്മൾ ആദ്യം തന്നെ അക്കൗണ്ട് ഉണ്ടാക്കണം. നമ്മൾ ഇപ്പൊ പലയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഗൂഗിൾ ആഡ്സിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അതുപോലെ തന്നെ ഇതിൽ അനലിറ്റിക്സിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതാണ് അക്കൗണ്ട്. അക്കൗണ്ടിന്റെ താഴെ ഉള്ളതാണ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പനിയുടെ പേരാണ് ഡോപ്റ്റിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ എൻ്റെ അക്കൗണ്ടിന്റെ പേരും ഡോപ്റ്റിറ്റ് എന്നാണ്. എനിക്ക് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതുപോലെ ILTjobs.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇനി വേറെ സൈറ്റ് ഉണ്ടെങ്കിൽ അതാണ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. എനിക്ക് എൻ്റെ കമ്പനിക്ക് ഇപ്പോൾ ഒരു 3 വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് 3 പ്രോപ്പർട്ടി. അതാണ് പ്രോപ്പർട്ടി. എവരിബഡി ഈസ് ക്ലിയർ? ഒരു അക്കൗണ്ടിന്റെ കീഴിൽ എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് പലതരത്തിലുള്ള വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് യൂണിവേഴ്സ്. പഴയ അനലിറ്റിക്സിലാണ് വ്യൂസ് എന്ന് പറയാം. ഇപ്പൊ അതിനെ പറയുന്നതാണ് ഡേറ്റ സ്ട്രീംസ് എന്ന് പറയും. റീപ്ലേ പലതരത്തിലുള്ള വ്യൂസ് ക്രിയേറ്റ്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 5-8 വർഷം മുന്നാണ് അവിടെ പോയി അവിടെ ചെന്ന് പഠിച്ചപ്പോഴാണ് ഈ സാധനം അറിയുന്നത്. ഇതിന് അക്കൗണ്ട് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, വ്യൂസ് ഉണ്ട്. ഞാൻ വേറെ ഒരു സിമ്പിൾ ഡാഷ്ബോർഡ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തിനാണ് പ്രോപ്പർട്ടി, വ്യൂസ് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ പുള്ളിയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വ്യൂ എന്നുള്ള ടൈം അല്ലാണ്ട് ശരിക്കും വ്യൂ എന്നുള്ള ടൈം നിങ്ങൾ ഇപ്പൊ കാണില്ല. ഇപ്പൊ ഡേറ്റ സ്ട്രീംസ് എന്ന് കാണാം. അതാണ് റീപ്ലേ. ഡേറ്റ സ്ട്രീംസ് നമുക്ക് പലതരത്തിലുള്ള വ്യൂസ് സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ നമ്മുടെ വെബ്സൈറ്റ് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക്, നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേസിക്കലി
നോർത്തിലൊരു മാനേജർ ഉണ്ട്, സൗത്തിലൊരു മാനേജർ ഉണ്ട്, ഈസ്റ്റിലൊരു മാനേജർ ഉണ്ട്, വെസ്റ്റിലൊരു മാനേജർ ഉണ്ട്. അപ്പൊ സൗത്തിലെ മാനേജർ എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ 4 സംസ്ഥാനത്തിന്റെ നോക്കുന്നതാണ് സൗത്തിലെ മാനേജർ. അപ്പൊ നമുക്ക് ഒരു വ്യൂ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ആ വ്യൂ എന്ന് പറയുന്നത് ഈ സൗത്തിൽ നിന്ന് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിൽ നിന്ന് വ്യൂസിന്റെ ഇൻഫോർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് എത്ര യൂസറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ യൂസറെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ വ്യൂ മാത്രമായിരിക്കും ആൾക്ക് കിട്ടുള്ളൂ. നോർത്തിലുള്ള വേറൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഒരു പ്രോപ്പർട്ടിയെ തന്നെ നമുക്ക് പലതരത്തിലുള്ള വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ വ്യൂവിന് ഒരു യൂസർ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ക്ലിയർ ആയി സർ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സാധനം. ഞാൻ ഇപ്പൊ പറഞ്ഞ വേറൊരു ഹൈ ലെവൽ മോഡലിന്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. നിങ്ങളൊരു കമ്പനിക്ക് ചിലപ്പോൾ ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അനലിറ്റിക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷെ ഞാനതിന്റെ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാൻ പോയി നമുക്ക് ഒരുപാട് ട്രാഫിക് വരുമ്പോൾ അനലിറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ഡിസിഷന്റെ ഇമ്പാക്ട് വലുതാണ്. കാരണം ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കൃത്യമായി എവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്, ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് അനലിറ്റിക്സിന് ഇമ്പോർട്ടൻറ്റ് വന്നത്. അതുകൊണ്ടാണ് ഡാറ്റ അനലിറ്റിക്സിന് ഇമ്പോർട്ടൻറ്റ് വന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സലും പവർ ബി ഐയും നിങ്ങൾക്ക് അനലിറ്റിക്സിന്റെ തോട്ട് നിങ്ങൾക്ക് തന്നത്. ആ തോട്ട് നിങ്ങൾക്ക് തന്നതും ആ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ്. ഒരു ഹൈ ലെവൽ എത്തിക്കഴിഞ്ഞും ഈ തോട്ട് പറയണം. ഞാനിതൊക്കെ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്ലി എനിക്ക് വരികയായിരുന്നു. ഇവിടെ അനലിറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡെപ്തിൽ പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ, ചിന്തിച്ച് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും തന്നെ ഡാറ്റ ഉണ്ടാക്കുന്നു. ഡാറ്റ നിങ്ങൾ ചിലവരുണ്ടാവും, ഡിജിറ്റൽ, ഇപ്പൊ നിങ്ങളായാലും ഇവിടെ ഇരിക്കുന്നവർ പലരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പല കമ്പനിക്കാരും. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് സാർ അവിടെ മാർക്കറ്റിംഗ് ആളുടെ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റർ പുറത്തുനിന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസൈഡ് ചെയ്യുന്നുണ്ടാവും. ശരിയാണോ സാറേ? 100% ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞു പറയുമ്പോ ഞങ്ങൾക്ക് ഡാറ്റ നിങ്ങൾക്ക് തരുള്ളൂ, പിന്നെ നമുക്കൊന്നും അറിയില്ല എന്ന് പറയും. ശരിയാണോ? ഞങ്ങളത് ചെയ്തിട്ടായി. അല്ല, അവര് ഇപ്പം നമുക്ക് ഇതിനെ കുറിച്ച് ഡെപ്തിലൊന്നും അറിയത്തില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞാലും കേട്ടേ പറ്റൂ. എക്സാക്ട്ലി, എനിക്കറിയാം. ഇപ്പൊ അതിന്റെ സെയിം കേസാണ് സുൽഫിയുടെ നമ്മുടെ വേറൊരു സ്റ്റുഡന്റിന്റെ കേസും അത് തന്നെയാണ്. അപ്പൊ അവരതിനെ കുറിച്ച് പറയാനും ചിന്തിക്കാനും തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അതൊക്കെ ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യുക, ഇവരെങ്ങനെ ചെയ്യുക. പയ്യെ നിങ്ങൾ അത് ഇൻ ഹൗസിലേക്ക് കൊണ്ടുവരണം, നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നെ ഡാറ്റ എടുക്കുന്നു, നിങ്ങൾ തന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, നിങ്ങൾ തന്നെ അതിനെ പ്രോസസ് ചെയ്യുന്നു. നിങ്ങളാണ് പിന്നെ അവിടുത്തെ രാജാവ്. ഓക്കെ, അപ്പൊ അതാണ് കുറച്ച് വ്യൂസ്. ഞാനിത് നിങ്ങളിപ്പോ കിട്ടാത്തവർ പേടിക്കണ്ട, നിങ്ങൾക്ക് പ്രാക്ടിക്കലി നമ്മളിപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ പറയുന്നതാണ്. അക്കൗണ്ട്, പ്രോപ്പർട്ടി, ഡാറ്റ സ്ട്രീംസ്. വ്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രീംസ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ അനലിറ്റിക്സ് 4 ആണ്. അപ്പൊ ഗൂഗിൾ അനലിറ്റിക്സ് വ്യൂസിനെ ഇത് ചെയ്തിട്ട് എന്തായത് വെബ് ആപ്പ് ഡാറ്റ കളക്ഷൻ, അതിനാണ് ഡാറ്റ സ്ട്രീംസ് എന്ന് പറയാം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണിച്ചു തരാം. യൂസർ ആൻഡ് സെഷൻ, ഇതിലുള്ള ഒരു നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് യൂസർ. യൂസറിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ യൂസർ ആണ്. യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക് ഇൻഡിവിജ്വൽസ് ഹു വിസിറ്റ് യുവർ വെബ്സൈറ്റ് വിത്തിൻ എ സ്പെസിഫിക് ഡേറ്റ്. കാരണം ഒരു യൂസർ വന്നു എന്ന് പറഞ്ഞ അർത്ഥം ഒരു വിസിറ്റർ വന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ 10 യൂസർ ഉണ്ടെന്ന് അർത്ഥം, ആ 10 വിസിറ്റർ വന്നു. കണ്ട, അതിന്റെ എക്സാമ്പിൾ പറയും, 1000 people visit your course landing page means you have 1000 user. If one person visit 3 times, അപ്പോഴും ഒരു യൂസർ ആണുള്ളത്, സെയിം പേഴ്സൺ തന്നെ വിസിറ്റ് ചെയ്തതാണ്. സെഷൻ എന്ന് പറയുന്നത് എ സിംഗിൾ വിസിറ്റ് ടു യുവർ വെബ്സൈറ്റ് ദാറ്റ് മേ ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ പേജ് വ്യൂസ്, ഈവൻസ്, കൺവേർഷൻസ് ഒക്കെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാണ് സെഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂസർ രാവിലെ വന്നു, ഒരു യൂസർ ഉച്ച കഴിഞ്ഞ് വന്ന, ഒരു വൈകിട്ട് വന്നു, 3 സെഷൻ ക്രിയേറ്റ് ആയി. ഒരു യൂസർ 3 സെഷൻ. ക്ലിയർ? ഇല്ല, ക്ലിയർ ആയി സർ. യൂസർ ആൻഡ് സെഷൻ അതിലെ ഒരു ടേമുകളാണ്. ബൗൺസ് റേറ്റ്. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റർ വന്നു, 10 വിസിറ്റർ വന്നു. വിസിറ്റർ വന്നിട്ട് പുള്ളി ഒരു ആക്ഷൻ എടുക്കാണ്ട് പോയി. പെർസെൻറ്റേജ് ഓഫ് എ സിംഗിൾ പേജ് സെഷൻസ് വിത്ത് നോ ഇന്ററാക്ഷൻ. നോ ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ
കോണ്ടാക്ടസ് പേജിലേക്ക് പോകുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ചെയ്തിരിക്കുന്ന പേജിൽ എൻക്വയറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പുള്ളി ഒരു ആക്ഷൻ എടുത്തില്ല, ജസ്റ്റ് പേജിൽ വന്ന് ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറൊരു പേജ് വ്യൂ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഒന്നും എടുത്തില്ല പുള്ളി, ഏതൊരു പേജിൽ വന്ന് അവിടെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് അടിച്ചു. ഒരു എൻക്വയറി, ആ പേജിൽ ഒരു എൻക്വയറി ഫോം ഉണ്ടായി, അവിടെയും ക്ലിക്ക് ചെയ്തില്ല, ഒന്നുമേ ക്ലിക്ക് ചെയ്തില്ല, പുള്ളി വന്നു, അങ്ങനെ എക്സിറ്റ് ആയി പോകുന്നതിനെയാണ് പറയുന്നത് ബൗൺസ് റേറ്റ്. ആ ടേം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പ്രസന്നൻ സാറ് നാളെ ചെന്നിട്ട് അവരോട് ചോദിക്കണം, ക്ലയന്റിന്റെ അടുത്ത്, നമ്മുടെ ബൗൺസ് റേറ്റ് എത്രയാ. അപ്പൊ അവർ ഞെട്ടും. ഞാൻ അതിന്റെ ടെക്നിക്കാണ് സാറിന് പറഞ്ഞു തരാൻ പോണേ. സാർ അതിനോട് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളിപ്പോ ഒരാൾ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തൊരു ഏജൻസി ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക, എന്തൊക്കെയാണ് അവരോട് ചോദിക്കേണ്ടതെന്ന് പറയാം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും നമുക്ക് ടെക്നിക്കൽ അറിയുകയും ചെയ്താൽ മാത്രമേ അവർ ഭംഗിയിൽ ചെയ്യൂ. ഇനി ഈ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ടൂൾ എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ടൂളാണ്. മാനേജ്മെന്റിന് ഇതിന്റെ ആക്സസ് ഉണ്ടാവണം. ഇപ്പൊ നിങ്ങള് പ്രസിഡന്റ് സാർ ഒരു ഏജൻസിക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് ഉണ്ടാവണം. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എവിടെ നിന്നൊക്കെ വിസിറ്റർ വന്ന് അവർ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ടൂളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. അതുകൊണ്ടാണ് ഇതിനെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് MIS എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റർ ഉപയോഗിക്കേണ്ടതാണ്, മാനേജ്മെന്റ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒരു ഈ സാധനം ഡിജിറ്റൽ മാർക്കറ്റർക്ക് ചെയ്യാൻ കൊടുത്താൽ എനിക്ക് ഇതിന്റെ ആക്സസ് എനിക്ക് തരണം. ഇതിന്റെ ആക്സസ് തരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞാലാണ് എങ്ങനെ ചോദിക്കുള്ളൂ. അവർ തരില്ല അല്ലെങ്കിൽ, കാരണം അവർക്ക് അറിയാം ഇതിലുള്ള എല്ലാ സാധനം കാണാമെന്ന്. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം. അപ്പൊ നാളെ തന്നെ നിങ്ങൾ ചെന്ന് ചോദിക്കുക, എനിക്ക് ആ ഗൂഗിൾ അനലിറ്റിക്സിന് ആക്സസ് ആയിട്ട് എന്നെ യൂസറായിട്ട് ആഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അവരപ്പോ തന്നെ അത് ആഡ് ചെയ്ത് തരും. അന്നൊരു സാറ് ചോദിക്കുക എത്രയാണ് ബൗൺസ് റേറ്റ്. അപ്പൊ അവർ പറയാണ് ബൗൺസ് റേറ്റ് 50% എന്ന് പറയാണ്. അത് ഗുഡ് ആണോ ബാഡാണോ? ബാഡാണ്. ബാഡാണ്. ഈ ബൗൺസ് റേറ്റ് കൂടുന്നത് ഗുഡ് ആണോ ബാഡാണോ? ബാഡാണ്. ബാഡാണ്. എത്രയോ എന്തുകൊണ്ടാണ് ബൗൺസ് റേറ്റ് ഉണ്ടാവണേ? അവര് ഒന്നി കേറിയിട്ട് അവര് നെക്സ്റ്റിലോട്ട് ജമ്പ് ചെയ്ത് പോവാണ്. എന്താണ് അതിന്റെ റീസൺ? സാറ്റിസ്ഫൈഡ് അല്ല. അല്ല, കീവേഡ് കറക്റ്റ് അല്ല. അതായത് ബൗൺസ് റേറ്റ് കൂടാനുള്ള കാരണം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് കൃത്യം ടാർഗറ്റഡ് ഓഡിയൻസ് അല്ല. അതുകൊണ്ടാണ് അവർ ബൗൺസ് ആവണേ. ക്ലിയർ? അപ്പൊ ബൗൺസ് റേറ്റ് കുറയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് റോങ് എന്നാണ് അർത്ഥം. വി ആർ ടാർഗറ്റിംഗ് റോങ് ഓഡിയൻസ്. അതൊരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സൈറ്റ് പ്രോപ്പർലി ലോഡ് ആവുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ സൈറ്റ് ഭയങ്കര ടൈം എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സൈറ്റ് ഒരു മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണില്ല, മൊബൈൽ കൃത്യമായിട്ട് വരണം എന്നുണ്ടാവില്ല. അതിന് there are so many reasons. പക്ഷെ ബൗൺസ് റേറ്റ് താഴെയാണെങ്കിൽ സംതിങ് ബാഡ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് വെൽ, there are wrong എന്നാണ് അർത്ഥം. നമ്മളത് വി ഹാവ് ടു ഇൻക്രീസ് അവർ we have to decrease our bounce rate. നമ്മൾ ടെക്നിക്കലി നോളജ് ഉണ്ടാവണം. കാരണം ടെക്നിക്കലി നോളജ് ഇല്ലെങ്കിൽ നമ്മളെ ആരും, അതൊരു ഇതാണ് മോസ്റ്റ് ഓഫ് ദ അവർ ലേസി ആവും, അവർ പല ഇൻഫോർമേഷൻ തരില്ല, നമ്മളെ പറ്റിക്കും. നോർമലി എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് വെബിലല്ല, എനിക്ക് വേറെ എന്തെങ്കിലും മേഖലയിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റാറുണ്ട്. കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അവർ പറയുന്നത് കേട്ട് പോകാൻ ശരി, പിന്നീട് നമ്മൾ ആലോചിക്കാം ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട്, അതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബൗൺസ് റേറ്റ്. ആ ടേമുകളൊക്കെ നിങ്ങൾ ഫെമിലിയർ ആവണം. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടാവോ? ശ്രുതി ക്ലിയർ ആണോ? കിട്ടുന്നുണ്ട് സർ, ക്ലിയർ ആണ്. അർജുൻ പറഞ്ഞോ. ക്ലിയർ ആയി വരുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, ഇതൊരു കോൺസെപ്റ്റുകളാണ്. നിങ്ങൾ സുഹൈറ കിട്ടണ്ടോ? ചെറിയ ഡൗട്ട് ഉണ്ട്. ശരി, പേടിക്കണ്ട. നിങ്ങള് ചില കാര്യങ്ങൾ അപ്പൊ തന്നെ മനസ്സിലാവണം എന്നില്ല, പയ്യെ പയ്യെ മനസ്സിലാവും ചില കോൺസെപ്റ്റുകൾ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 20 വർഷമായി
ഓരോ ടോപ്പിക്, ഓരോ കോൺസെപ്റ്റ് ഓരോ വർഷം കൊണ്ട് മനസ്സിലാക്കിയാണ്. ഞാൻ ഒത്തനാളെ ഫീൽഡ് നിന്നുകൊണ്ടാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല. നിങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി, ഞാനത് ഓരോ സമയം എനിക്ക് അറിയാം ഇതാണ് എൻ്റെ ശരി തെറ്റ്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫീൽഡ് ചാടി ചാടി പോകേണ്ടത്. സെയിം ഫീൽഡ് നിന്നത് അതുകൊണ്ടാണ്. ഓക്കെ. ഇനി പേജ് വ്യൂസ്. പേജ് വ്യൂസ് എന്ന് പറയുന്നുണ്ടാ, ഒരു വിസിറ്റർ നമ്മുടെ സൈറ്റിൽ വന്നു. അപ്പൊ ചിലപ്പോൾ പുള്ളി അബൌട്ടേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, കോൺടാക്ട്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, കോഴ്സസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് അനലിറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പേജ് വ്യൂസ്, ആവറേജ് പേജ് വ്യൂസ് 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ പേജ് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അവർക്ക് സൈറ്റിൽ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് അവർ പല പേജുകളും വിസിറ്റ് ചെയ്യുന്നത്. ആവറേജ് പേജ് 1 അല്ലെങ്കിൽ 2 എന്നൊക്കെ പറയുന്നത് അവര് ജസ്റ്റ് കം ടു ലാൻഡിംഗ് പേജ് ദെൻ ജസ്റ്റ് ലീവിങ് ഇറ്റ് എന്നാണ് അർത്ഥം. എന്താണ് പേജ് വ്യൂ? മനസ്സിലായോ? മനസ്സിലായി. ചോദിച്ചോളൂ. ക്ലിയർ? പേജ് വ്യൂ ക്ലിയർ ആണോ? ആരെങ്കിലും എന്തെങ്കിലും പറയൂ പ്ലീസ്. ക്ലിയർ ആണ്. സുൽഫി ക്ലിയർ? Yes. അടുത്തതാണ് ഈവൻസ് ആൻഡ് കൺവേർഷൻസ്. ഈവൻസ് പറഞ്ഞ എനി യൂസർ ഇന്ററാക്ഷൻ ട്രാക്ഡ് ഇൻ ഗൂഗിൾ അനലിറ്റിക്സ് ഫോർ, അതായത് ക്ലിക്ക്, ഡൗൺലോഡ്, സ്ക്രോൾ, ഫോം സബ്മിഷൻ എല്ലാം നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യും. കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടാ, ഇപ്പൊ ഒരാള് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് എൻക്വയറി ഫോം സബ്മിറ്റ് ചെയ്തു, അതൊരു കൺവേർഷൻ ആണ്. അതിവിടെ ട്രാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അനലിറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര പേര് എൻക്വയറി നടത്തിയിട്ടുണ്ട്. ഇനി ഒരാള് നമ്മുടെ സൈറ്റ് ഇ-കൊമേഴ്സ് സൈറ്റ് ആണ്, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി, അപ്പൊ അത് ഒരു ഗോൾ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. ആ ഗോൾ സെറ്റിംഗ്സ്, ഫണൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ കുറെ. ഇത് വലിയൊരു ടോപ്പിക്കാണ് ശരിക്കും, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം. നമുക്ക് അനലിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര എൻക്വയറി വന്നു, എത്ര കൺവേർഷൻ വന്നു, എല്ലാം നമുക്ക് അനലിറ്റിക്സ് കാണാം. അതാണ് ഇവന്റ്സ് ആൻഡ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ട്രാഫിക് സോഴ്സസ്. നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു 100 വിസിറ്റർ വന്നു, നമുക്കറിയാൻ പറ്റും ഗൂഗിളിൽ നിന്ന് എത്ര പേര് വന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എത്ര പേര് വന്നു, യൂട്യൂബിൽ നിന്ന് എത്ര പേര് വന്നു, ഡയറക്റ്റ് എത്ര പേര് വന്നു. ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് എൻ്റർ അടിച്ച് ഡയറക്റ്റ് എത്ര പേര് വന്നു, ഓർഗാനിക് SEO എത്ര പേര് വന്നു, റെഫറൽ എത്ര പേര് വന്നു. അതായത് ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഒക്കെ ഏതെങ്കിലും വെബ്സൈറ്റ് കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവാം. അതാണ് റെഫറൽ എത്ര വന്നു, എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രസന്നൻ സാർ നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ കൊടുത്തു, നിങ്ങൾ ചെയ്യാൻ കൊടുത്തക്കാണ് യൂട്യൂബ് പ്രൊമോഷൻ ചെയ്തു. നിങ്ങൾക്ക് അനലിറ്റിക്സ് ടൂൾ നോക്കി അവർ പറയുകയാണ് ഞങ്ങൾ ഒരു 2 ലക്ഷം രൂപ യൂട്യൂബിലൊക്കെ മുടക്കി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിസിറ്റർ കിട്ടിയിട്ടുണ്ടാവും, അതാണ് ഇതാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അനലിറ്റിക്സ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും യൂട്യൂബിൽ എത്ര വന്നിട്ടുണ്ടെന്ന്. അവരത് എടുത്തോടെ കാണിച്ചു കൊടുക്കുക. They see our analytics, we don't see any visitor from YouTube. Okay. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, ടൂളാണ് നിങ്ങൾക്ക് ആക്സസ് തരാം. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവാത്തൊരു എനിക്കൊരു ഡൗട്ട്. ചോദിച്ചോളൂ പ്ലീസ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇതുവഴി നമുക്കിപ്പം നമ്മൾ ഫേസ്ബുക്ക് ചെയ്യുന്ന പ്രൊമോഷൻ ആയാലും, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം ഇടുന്ന പ്രൊമോഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എവിടെ നിന്ന് എത്ര വന്നു എന്നൊക്കെ അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ഒരു ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ അനലിറ്റിക്സ് എന്ത് ചെയ്യുന്നു, ഈ വിസിറ്റർ ഫേസ്ബുക്കിൽ നിന്ന് വന്നിക്കണമെന്ന് മനസ്സിലാവും. അപ്പൊ അവർ ഫേസ്ബുക്കിന്റെ കാറ്റഗറി കൊണ്ടിടും. ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അതാണ് ആ കോഡ് ഇടുന്നത്. നമ്മൾ തുടക്കം ഒരു കോഡ് പറഞ്ഞില്ലേ, ഈ കോഡ് കണ്ടോ? ഈ കോഡ് എങ്ങനെ എടുക്കണത് ഞാൻ കാണിച്ചു തരാം. ഈ കോഡ് നമ്മുടെ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് വിസിറ്റർ വന്നത് എല്ലാം ട്രാക്ക് ചെയ്യും. ലാൻഡിംഗ് പേജ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ആഡ് ക്ലിക്ക് ചെയ്ത് നേരെ വന്ന് ഇറങ്ങുന്ന പേജാണ് ലാൻഡിംഗ് പേജ്. ലാൻഡ് ചെയ്യുന്ന പേജ്. എക്സിറ്റ് പേജ്, അക്വിസിഷൻ. എക്സിറ്റ് പേജ് എന്താ? ദ ലാസ്റ്റ് പേജ് എ യൂസർ വ്യൂസ് ബിഫോർ ലീവിങ് യുവർ സൈറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാളെ നമ്മുടെ ഹോം പേജിൽ വന്നു,
ആള് എബൌട്ടസ്, കോണ്ടാക്ടസ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ എക്സിറ്റ് പേജ് എന്ന് പറയുന്നത് കോണ്ടാക്ടസ് എന്നായിരിക്കും. അപ്പൊ ലാൻഡ് ചെയ്ത് വേറെ പേജ്, ലീവ് ചെയ്തേക്കുന്ന പേജ് ഏതെന്ന് അറിയാൻ പറ്റും. കണ്ട, സ്റ്റുഡന്റ് ഓഫൺ എക്സിറ്റ് ഫ്രം ഫീ സ്ട്രക്ചർ. അതായത് ഞാൻ അതിന്റെ നോക്കട്ടെ, അത് ഞാൻ പറഞ്ഞാൽ അതിലൊരു ഫണൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. ആ ഫണൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തില് ഞാൻ അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറിയാണ്. വലിയ സ്റ്റോറി അല്ല, ഒരു റിയൽ സംഭവം. എപ്പോഴും അങ്ങനെയാണ് ഞാൻ ഈ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ഞങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവും, ഇതിന്റെ യൂസ്. ഞാൻ ജെറ്റ് എയർവേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു അനലിറ്റിക്സിന്റെ ആളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റ് ശരിക്കും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഡെപ്ത് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രാക്ടിക്കലിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത്രയ്ക്കും മിടുക്കുണ്ടാക്കിയാൽ നിങ്ങൾ വേറെ ലെവലാണ് ഞാനിപ്പോ ഈ പറയുന്ന കാര്യം. അതാണ് ഇതിന്റെ ആക്ച്വൽ യൂസ്. ശരിക്കും ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവും. ഞാനിപ്പോ എന്താ പറയാൻ പോണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. എല്ലാവരും വളരെ കെയർഫുള്ളോട് കൂടി ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവും. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ അതിനൊരു കാണിച്ചു തന്ന കുറച്ചും കൂടി കിട്ടുന്നതാണ്. എന്നാലും ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് 1000 വിസിറ്റേഴ്സ് വന്നു. ക്ലിയർ? ജെറ്റ് എയർവേസിൽ ചെയ്തതാ. 1000 വിസിറ്റർ വന്നു. അപ്പൊ നമുക്കറിയാം സൈറ്റിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെ ബുക്കിംഗ് എഞ്ചിനാണ്. നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, 1000 വിസിറ്റർ വന്നു. അതില് ഒരു 750 വിസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാല് ക്ലിക്ക് ബുക്കിംഗ് എഞ്ചിൻ. ബുക്കിംഗ് എഞ്ചിന്മേ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് അവര് എവിടേക്കാണ് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പൊ അവർക്ക് കയറാൻ ഒരു ഫസ്റ്റ് പേജ് ഉണ്ട്, സെക്കൻഡ് ബുക്കിംഗ് എഞ്ചിൻ ആണ് പറഞ്ഞത്. ബുക്കിംഗ് എഞ്ചിൻ തന്നെ സെക്കൻഡ് പേജ് ഉണ്ട്, തേർഡ് പേജ് ഉണ്ട്, ലാസ്റ്റ് ഇതാണ് പേയ്മെന്റ് പേജ്. പേയ്മെന്റ് പേജ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്ക് യു പേജ് ഉണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഇതും കൂട്ടി ബുക്കിംഗ് എഞ്ചിന്റെ ഹോം പേജിലെ പേജും കൂട്ടി ഏകദേശം 6 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബൈയിങ് ക്ലോസ് ആവണം. അപ്പൊ 6 പേജിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ ആദ്യം ബുക്കിംഗ് എഞ്ചിന്മേ ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് പേജിൽ അവരുടെ ഡീറ്റെയിൽസ്, ചിലപ്പോൾ പേര് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. അടുത്ത പേജ് ചിലപ്പോൾ എവിടേക്ക് ഫ്ലൈ ചെയ്യണമെന്നായിരിക്കും, ഇത് അടിക്കുന്നു. പിന്നെ വേറെ അടുത്ത പേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ അതിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാണിച്ച് പിന്നെ പേയ്മെന്റ് പേജ് വന്നു. ഇങ്ങനെ ഒരാൾ. അപ്പൊ ഞങ്ങൾ ഗൂഗിൾ ക്യാമ്പയിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൈറ്റിലേക്ക് ഒരുപാട് വിസിറ്റർ വന്നു. അതാണ് 1000 വിസിറ്റർ വന്നു. ഞങ്ങൾ വിസിറ്റർ വന്നനുസരിച്ച് ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടണില്ല. അപ്പൊ ഈ പരാതി ഞങ്ങൾ ഗൂഗിളിന്റെ അടുത്ത് പറയണം. ഞാനാണ് ഇൻ ഹൗസ് ഗൂഗിൾ ക്യാമ്പയിൻ ചെയ്യണത്. അപ്പൊ ഞാൻ ഗൂഗിളിന്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്ക് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വിസിറ്റർ, വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി, ബട്ട് ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടണില്ല എന്ന് ഞാനിങ്ങനെ പറയാണ്. അപ്പൊ അവിടുത്തെ ഒരു എഞ്ചിനീയർ വന്നേക്കാണ്, അനലിറ്റിക്സിന്റെ ഒരു എക്സ്പെർട്ടായിട്ട് വന്നേക്കണം. അനലിറ്റിക്സിന്റെ എക്സ്പെർട്ട് വന്നിട്ട് പുള്ളി ചെയ്തൊരു പരിപാടിയാണ്. ഈ 750 ആൾക്കാർ ബുക്കിംഗ് എഞ്ചിനിൽ ചെയ്തു. ഫസ്റ്റ് പേജിലേക്ക് വന്നപ്പോ അത് 600 ആയി. സെക്കൻഡ് പേജ് ആയപ്പോ സെക്കൻഡ് പേജിലേക്ക് ഒരു 200 ആൾക്കാരെ വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള പേജിലേക്ക്, തേർഡ് പേജിലേക്ക് ഓക്കെയാണ്, ഒരു 150 പേര് വന്നു. ഇവിടേക്ക് പേയ്മെന്റ് പേജിലേക്ക് വന്നപ്പോൾ 100 പേര് വന്നു. താങ്ക് യു വന്നു, 100 പേര് വന്നു. പുള്ളി നോക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ ഇടയിൽ ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ്. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ഈ ഗ്യാപ്പ് ഇവിടെയാണ് പുള്ളിക്ക് പ്രശ്നം മനസ്സിലായത്. അപ്പൊ നോക്കി വന്നപ്പോ എന്താണ്, ഈ സെക്കൻഡ് പേജ് ലോഡിങ്ങിന്റെയോ അവിടെ ഇടുന്ന ചില പോയിന്റുകൾ കസ്റ്റമേഴ്സിന് കൺഫ്യൂസ് ചെയ്യണു. ഈ കൺഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ സെക്കൻഡ് പേജിലേക്ക് പോവാത്ത. അവിടെ വെച്ചിട്ട് അവർ എക്സിറ്റ് അടിച്ചു. ആ ഏരിയ കറക്റ്റ് ചെയ്തു. ആ ഏരിയ കറക്റ്റ് ചെയ്തപ്പോൾ ഈ 600 എന്നുള്ളത് നേരെ ഇവിടെ വന്നപ്പോ 400ലേക്ക് വിസിറ്റർ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു, 200 വിസിറ്റർ കൂടി.
ഇവിടെ 150 നമ്മുടെ അഡ്മിഷൻ അല്ല ഡീറ്റെയിൽസ് കൂടി. ഇതൊരു ഇ കൊമേഴ്സ് സൈറ്റിന്റെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സർവീസ് ഇൻഡസ്ട്രിക്ക് എൻക്വയറി ഫോമിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെയാണ് പറയുന്നത് ഫണൽ സിസ്റ്റം പോലെ. അപ്പൊ നമുക്ക് ഈ ഗൂഗിൾ അനലിറ്റിക്സ് ഇത് കാണാം. ഹോം പേജിലേക്ക് ഇത്ര പേര് വന്നു, ഇത്ര പേര് എക്സിറ്റ് അടിച്ചു. അതിനാണ് ഫണൽ. ഇത് ഫണൽ എന്ന് പറയാ. ഇത് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതാണ് അനലിറ്റിക്സിന്റെ ആ സാധനം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. എവിടെ നിന്നാണ് നമ്മുടെ കസ്റ്റമർ എക്സിറ്റ് ആവുന്നത്? ആ പേജിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് വലിയൊരു ഇ കൊമേഴ്സ് പേജ്, വലിയ പേജുകൾ വരുമ്പോഴാണ് ചിന്തിക്കലാണ്ട്. ഒരു 5 പേജിന്റെ സൈറ്റ് നമ്മളൊരു എൻക്വയറി ഫോം വന്നതല്ല. നിങ്ങൾ വലിയ പ്രൊജക്ടുകൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ പല ആവശ്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ടൂളുകൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പേഴ്സണലി ഇതിൽ ചെയ്തതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 6 സ്റ്റെപ്പ് എന്നുള്ളത് 4 സ്റ്റെപ്പിലേക്ക് കുറച്ചു. സ്റ്റെപ്പ് കൂടുമ്പോഴും നമുക്ക് കൺവേർഷൻ വരുന്നില്ല. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് അവരുടെ മൈൻഡ് സെറ്റിലാ ചെയ്യുന്നത്. അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അവർ ദേ ആർ ഡെവലപ്പേഴ്സ്. അവർ നോക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആക്കുന്ന സ്റ്റെപ്പ് 1, 2, 3. അവർ പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ട്, പേയ്മെന്റ് നടത്തണം. അവർ നോക്കുന്നില്ല ഇത് കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യുന്നതാണോ, ഇത് എന്നിട്ടാ പറയാ അത് ടൂ മച്ച് സ്റ്റെപ്പ് ഉണ്ടോ, ഇത് നമ്മുടെ ബിസിനസ്സിൽ, ഇതൊന്നും അവർ ചിന്തിക്കില്ല. അവർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, പേയ്മെന്റ് പോകണം, കാര്യങ്ങൾ ചെയ്യണം, ടെക്നിക്കലി വർക്കിംഗ് ആണോ, ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. കാരണം ഞാൻ ഡെവലപ്പർ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കണം എങ്ങനത്തെ സൈറ്റിനൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്ത പോലും ഇല്ല. നമുക്ക് ഇറവില്ലാത്ത രീതിയിൽ ചിന്തിക്കാന്നുള്ളൂ. അപ്പൊ നമ്മളാണ് മാർക്കറ്റേഴ്സ്. നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങളും ചിന്തിക്കണം. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ചിലവർ പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് മൈ ഏരിയ ഓഫ് വർക്ക്. അത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ലെറ്റ് ദം ഡു ഇറ്റ് അല്ല. ഇതെല്ലാം ഡിജിറ്റലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ്സിൽ നിന്നടുത്ത് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ് ആ സ്ഥാപനത്തിൽ ഏറ്റവും മുകളിലിരിക്കുക. അവർക്ക് വെബ്സൈറ്റിൽ കൺട്രോൾ വേണം, സോഷ്യൽ മീഡിയയിൽ കൺട്രോൾ വേണം, സെയിൽസ് ടീമിൽ കൺട്രോൾ വേണം, ഡേറ്റ അനലിറ്റിക്സിൽ കൺട്രോൾ വേണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ അത് അവന്റെ ഏരിയ, ഇവന്റെ ഏരിയ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ബ്ലെയിം ചെയ്തോണ്ട് അവസാനം ബ്ലെയിം ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം, എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ഇത് മതി എന്നുള്ള ഒരു കമാൻഡിങ് പവർ ഉണ്ടാവണം. എന്നാലാണ് അവർ ചെയ്യൂ. ഇപ്പൊ ഞാൻ തന്നെ എനിക്കിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഒരു ക്ലയന്റിനെ കിട്ടിയായിരുന്നു. അപ്പൊ ഡെവലപ്പേഴ്സ് പറഞ്ഞില്ല ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തന്നെ മതി, കാരണം എനിക്ക് ടെക്നിക്കൽ അറിയാം, ഞാൻ ടെക്നിക്കൽ ടൈമോട് കൂടി സംസാരിക്കാം. അപ്പൊ അവർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തന്നെ മതി, ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു, നിങ്ങൾ ലീവ് ഇറ്റ് എന്ന് പറയും. നിങ്ങളത് പറഞ്ഞു, കാരണം നിങ്ങളാണ് ബിസിനസ് ചെയ്യണത്, നിങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണത്. നിങ്ങൾക്ക് തോന്നാണ് ഈ സൈറ്റ് അതിന് സൂട്ടബിൾ അല്ല, നിങ്ങൾക്ക് തോന്നാണ് ഈ സൈറ്റ് കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് തോന്നാണ് ഈ സൈറ്റ് ആണെങ്കിൽ ലാൻഡിംഗ് പേജ് ആണ്, നമുക്ക് എൻക്വയറി ഫോം വരുന്നില്ല, എൻക്വയറി വേണം, നമുക്ക് എൻക്വയറി ഫോം ഇവിടെ വെക്കണം. നിങ്ങളാണ് അവരോട് പറയുന്നത് നമുക്ക് എൻക്വയറി കിട്ടുന്നില്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. നിങ്ങൾ അവരോട് പറഞ്ഞ്, കാരണം ഫൈനലി നിങ്ങളാണ് സ്പെൻഡ് ചെയ്യുന്ന, ഫൈനലി നിങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണത്, നിങ്ങൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. എന്തിലും അങ്ങനെ തന്നെയാണ്. ഈ ആഡ് ചെയ്യുന്നതിൽ ചിലവർ നിങ്ങളൊരു ബാനർ ചെയ്യാൻ കൊടുത്തു, ചിലപ്പോൾ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റീവ്സ് തന്നിട്ടുണ്ടാവില്ല. അവർ പറയും ദിസ് ഈസ് നൈസ്, ഇത് ഞാൻ എന്റെ ക്രിയേറ്റിവിറ്റി ആണ്, ഐ ലൈക്ക്. നിങ്ങൾക്ക് തോന്നാണ് ഈ ബാനർ ചെയ്തേക്കണം, നിങ്ങൾക്ക് എൻക്വയറി വരുന്നില്ല, നിങ്ങൾ മാറ്റാൻ പറയണം അവര്. അപ്പൊ അവർ പറയും ഇറ്റ് ഡസന്റ് ലുക്ക് ഗുഡ് എന്നൊക്കെ പറയും. ഇറ്റ്സ് ഫൈൻ, ഞങ്ങൾക്ക് ഈ ബാനർ ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ക്ലിക്സ്, വി ആർ ഗെറ്റിംഗ് എൻക്വയറീസ്, വി ആർ ഹാപ്പി. അതാണ് ആ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് അടുത്തടുത്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. ക്ലിയർ? നമുക്കറിയാം ഡിവൈസ് കാറ്റഗറി. നമുക്ക് ഇത് അടുത്ത വാല്യുബിൾ പോയിന്റ് ആണ്. ഇത് വച്ചിട്ടാണ് ഞാൻ ഈ സംഭവം പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ഒരു ക്ലയന്റ് വേറെ ലെവലിലേക്ക് തന്നെ പോയത്. നിങ്ങൾക്ക് അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ വിസിറ്റർ, മൊബൈലിൽ നിന്നാണോ? നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അനലിറ്റിക്സ് നോക്കി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റാണ് 75% വിസിറ്റേഴ്സ് ഫ്രം മൊബൈൽ ഡിവൈസസ്, 25 ഫ്രം ഡെസ്ക്ടോപ്പ്. പക്ഷെ നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഡെസ്ക്ടോപ്പ് ഫ്രണ്ട്ലി ആണ്, ഡെസ്ക്ടോപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കണ. അബ്സല്യൂട്ട്ലി റോങ് സ്ട്രാറ്റജി ആണത്. അത് തന്നെ എത്ര കമ്പനിക്കാരെന്ന് പറയുമ്പോൾ എത്രയോ പൈസ നഷ്ടമാണെന്ന് പറയുമ്പോൾ. കാരണം ഈ ഡെസ്ക്ടോപ്പ് വെർഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസസിൽ ലോഡ് ആവണില്ല അങ്ങോട്ട്. കാരണം നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത് എല്ലാം മൊബൈൽ ലാപ്ടോപ്പിലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണ്. സോറി, ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പിലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണ്.
പക്ഷെ നമ്മുടെ വിസിറ്റർ വരുന്നത് മൊത്തം മൊബൈലിലാണ്. അപ്പൊ നമ്മൾ മൊബൈൽ ഫ്രണ്ട്ലി, മൊബൈൽ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണത്, മൊബൈലിലേക്ക് ഒരു മൊബൈൽ ഡിവൈസസിലൂടെ ആൾക്കാർ എന്തൊക്കെ സൈറ്റ് എന്തെല്ലാം ഇൻഫർമേഷൻ കാണാം അത്ര മാത്രം കാണിക്കാം. ടു മച്ച് അൺവാണ്ടഡ് ഇൻഫോർമേഷൻ സൈറ്റിൽ കാണിക്കാണ്ടിരിക്കുക. മൊബൈൽ ഡിവൈസസിന് ചെയ്യാം. അപ്പൊ മൊബൈൽ ഡിവൈസസിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റെസ്പോൺസ് കിട്ടും. ഞാനൊരു എഡ്യൂക്കേഷൻ ക്ലൈന്റ് എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഞാൻ കാരണം അവർ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ, യൂത്തിനെയാണ്. അവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് മൊബൈൽ ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പൊ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മൊബൈലിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി, മൊബൈൽ സൈറ്റ് ഉണ്ടാക്കി. പണ്ട് നമുക്ക് m.dot എന്ന് പറഞ്ഞുണ്ടാക്കാം, ഇപ്പൊ നമുക്ക് റെസ്പോൺസീവ് ഡിസൈൻ ചെയ്യാം. പക്ഷെ ഇപ്പോഴും m.dot ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ 75-80% ആൾക്കാർ മൊബൈൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഞങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. കാരണം മൊബൈൽ ഓഡിയൻസിന് ഏറ്റവും ആപ്റ്റാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണോ, എവറി ഡേ യു ഹാവ് ടു ചെക്ക് ഗൂഗിൾ അനലിറ്റിക്സ്, ഈച്ച് ആൻഡ് എവറി ഡേ. ക്ലിയർ? ഗുഡ്. ന്യൂ വേഴ്സസ് റിട്ടേണിംഗ് യൂസർ. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ ഒരു 100 ന്യൂ യൂസർ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് റിട്ടേൺ യൂസർ ബിഫോർ ദേ ഓൾറെഡി വിസിറ്റഡ് അവർ വെബ്സൈറ്റ്. ആക്റ്റീവ് യൂസർ ഉണ്ടാവും. ആക്റ്റീവ് യൂസർ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് യു ഹാവ് എൻഗേജ്ഡ് വിത്ത് യുവർ വെബ്സൈറ്റ് ഓർ ആപ്പ് വിത്ത് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. നമുക്കറിയാൻ പറ്റും എന്തൊക്കെ സ്ക്രോൾ ചെയ്തോ ക്ലിക്ക് ചെയ്തോ, ആക്റ്റീവ് യൂസർ എന്ന് പറയുന്നത്. കാരണം if your college website had 1,000 visitors in last 30 days but only 700 interacted with us, അതായത് ബട്ടൺ ചെയ്ത് ഫോം ചെയ്ത്, then there's an active user. ന്യൂ യൂസർ, നിങ്ങൾക്ക് അതറിയാം, വിസിറ്റ് യുവർ വെബ്സൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, അതാണ് ന്യൂ യൂസർ. നമ്മുടെ ന്യൂ യൂസർ നമ്മളെപ്പോഴും കൂടുതൽ ഉണ്ടാവണം, എന്നാലാണ് കൂടുതൽ ബിസിനസ് ഉണ്ടാവും. പേജ് വ്യൂസ് എന്ന് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഗൂഗിൾ അനലിറ്റിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. യൂസർ ആൻഡ് ന്യൂ യൂസർ അവിടെ പറഞ്ഞതാണ്. ട്രാഫിക് സോഴ്സസ് നേരത്തെ പറഞ്ഞു, നമുക്കറിയാൻ പറ്റും. ഇവിടെ നേരത്തെ കാണിച്ചതില്ല, ഗൂഗിളിൽ നിന്ന് എത്ര വന്നു, യാഹൂന്ന് എത്ര വന്നു ഒക്കെ നമുക്കറിയാൻ പറ്റും. ട്രാഫിക് സോഴ്സസ്. ഗോൾ അനലിറ്റിക്സ്, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ, നമുക്ക് ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യാന്ന് പറയാം. നമ്മുടെ ഗോൾ ചിലപ്പോൾ എൻക്വയറി കിട്ടാനായിരിക്കും. അപ്പൊ ഗോൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും എത്ര എൻക്വയറി വന്നു. 15 എണ്ണം വന്നു, 25 വന്നു, വെറുതെ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും ഇത്ര എൻക്വയറി വന്നിട്ടുണ്ട്. അതാണ് ഗോൾ സെറ്റിംഗ്സ്. റെഫറൽ ട്രാഫിക്, അതായത് when a user visit your site by clicking on a link from another website. For example പറഞ്ഞാൽ എൻ്റെ സൈറ്റാണ് internetleadstraining.com. ഞാൻ എൻ്റെ സൈറ്റ് മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞ സൈറ്റ് കൊണ്ടിട്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ ചിലപ്പോൾ മനോരമ ഓൺലൈൻ വിസിറ്റ് ചെയ്യുന്നു, അവർ നമ്മുടെ സൈറ്റിൽ ലിങ്ക് കാണുന്നു, ദേ ക്ലിക്ക് ആൻഡ് ദേ കം ടു അവർ വെബ്സൈറ്റ്. അതിനാണ് പറയുന്നത് റെഫറൽ ട്രാഫിക് എന്ന് പറയുന്നത്. റിയൽ ടൈം, വാട്ട് ഈസ് ദ റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അനലിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ എത്ര വിസിറ്റർ ഉണ്ട് അത് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതാണ് റിയൽ ടൈം. വെരി ഇൻട്രസ്റ്റിംഗ്. അത് കാരണം ഇവിടെ 14 കാണിച്ചതിനർത്ഥം ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ 14 വിസിറ്റർ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതാണ് റിയൽ ടൈം. ഇത് മെട്രിക് ആൻഡ് ഡൈമെൻഷൻസ് ആണ്. മെട്രിക് ആൻഡ് ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടേം ആണ് കേട്ടോ. മെട്രിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നമുക്ക് അറിയാൻ പറ്റും എത്ര സെഷൻസ്, ബൗൺസ് റേറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒരു അളവുണ്ടാവും. പേജ് വ്യൂസ് ഇത്ര സെഷൻ. മറ്റേത് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിവൈസസ് മൊബൈലിൽ നിന്നാണോ വന്നത്, ലാപ്ടോപ്പിൽ നിന്നാണോ വന്നത്, ഡയമെൻഷൻസ്. മെട്രിക്സ് ആൻഡ് ഡയമെൻഷൻസ്. അഡ്വാൻറ്റേജ് അറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നമുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായി. കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ അനലിറ്റിക്സ് ആണ് കാണിച്ചു തരാൻ പോണേ. ഈ റിയൽ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ആക്സസ് തരാം കേട്ടോ. എനിക്കിവിടെ അറിയാം 178 ആക്റ്റീവ് യൂസർ, ന്യൂ യൂസർ, ഇവന്റ് കൗണ്ട്. എനിക്ക് ഇത് എൻ്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടുകൾ എടുക്കാം. ഉണ്ട് ആക്റ്റീവ് യൂസർ, എല്ലാം അക്വിസിഷൻ. ഇപ്പോൾ ഇവിടെ ടെക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, പേടിക്കണ്ട.
ഇപ്പൊ ഞാൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും വെബ് ഇത്ര വന്നു, ഏതൊക്കെ ഡിവൈസസ് ഇതാണ് കണ്ടോ. ആക്റ്റീവ് യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് എന്ന് വന്നു, വിൻഡോസ് എന്ന് വന്നു, iOS എന്ന് വന്നു, മാക്കിൻടോഷ്, ലിനക്സ്, ക്രോം, ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അറിയാൻ പറ്റും. ഏതൊക്കെയാണ് ഡെസ്ക്ടോപ്പ് കണ്ട 75% ഡെസ്ക്ടോപ്പാണ്, 34% മൊബൈലാണ്. ഏതൊക്കെ ബ്രൗസറിൽ നിന്ന് വന്നു, ക്രോം, ആൻഡ്രോയിഡ്, സഫാരി, പെർഫോം പ്ലാറ്റ്ഫോം ഡിവൈസ്. എന്നാൽ സ്ക്രീൻ റെസൊല്യൂഷൻ എങ്ങനെയുള്ള സ്ക്രീനുകൾ എന്ന് വന്ന കണ്ടോ. ഏറ്റവും കൂടുതൽ നടക്കുന്നത് 1024x768 എന്നുള്ള റെസൊല്യൂഷൻ ആണ്. അതിന് കാണാം 197 പേര് അതാണ്, 89 പേര് ഇത്. അപ്പൊ നമ്മുടെ സൈറ്റൊക്കെ അതനുസരിച്ച് നമുക്ക് സൈറ്റ് ചെക്ക് ചെയ്യാം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഓവർവ്യൂ കാണാം, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ആക്റ്റീവ് യൂസർ, എവിടെ നിന്നൊക്കെ വന്നു, ഏതൊക്കെ ലൊക്കേഷനിൽ വന്നു. അതേപോലെ കണ്ടോ ന്യൂ യൂസർ, ഫസ്റ്റ് പ്രൈമറി യൂസർ, സെഷൻസ്. ഞാൻ ഇതിന്റെ ആക്സസ് നിങ്ങൾക്ക് തരാം. അതുപോലെ സെഷൻസ് ഇൻ ഗൂഗിൾ ഉണ്ട്. ട്രാഫിക് അക്വിസിഷൻ, ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാനലിൽ നിന്ന് വന്നു. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ആക്സസ് തരാം, പേടിക്കണ്ട. കണ്ട ഡയറക്റ്റ് ട്രാഫിക് 233 പേര് വന്നു, പെയ്ഡ് സെർച്ച് വന്നു, ഓർഗാനിക് സെർച്ച് വന്നു, ഓർഗാനിക് സോഷ്യൽ അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റെഫറൽ വന്നു, ഓർഗാനിക് വീഡിയോ എന്ന് വന്നു. ഇതൊക്കെ നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാം, കംപ്ലീറ്റ് സാധനം. എൻഗേജ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ യൂസറെ ട്രാക്ക് ചെയ്യാം. ഞാൻ ഇതിന്റെ ആക്സസ് ഇപ്പൊ തരാട്ടോ, പേടിക്കണ്ട. യൂസർ ആട്രിബ്യൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് 185 പേര് വന്നു, മനസ്സിലായോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്ന് വന്നു. ഏതൊക്കെ കൺട്രി നമുക്ക് അറിയാൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇവിടെ വേണ്ട സിറ്റി വൈസ് എടുത്തിട്ടുണ്ട്. കൊച്ചിന്ന് 86, ട്രിവാൻഡ്രം, നമുക്ക് ഇവിടെ സിറ്റി വൈസ് എടുക്കാം. ന്യൂ യൂസർ, റിട്ടേണിംഗ് യൂസർ, നമുക്ക് സിറ്റി വൈസ് എടുക്കാം. കൊച്ചി കാര്യങ്ങൾ, വ്യൂ സിറ്റീസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും, ഡേ വൈസ് കിട്ടും. നമുക്ക് സിറ്റി കൊടുത്തു, വേണമെങ്കിൽ കൺട്രി കൊടുക്കാം, റീജിയൻ കൊടുക്കാം. കൺട്രി കൊടുക്കാം, അപ്പൊ അതനുസരിച്ച് വരും. കൺട്രി കൊടുക്കുമ്പോൾ കണ്ട ഇന്ത്യയിൽ നിന്ന് വന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നു. സിറ്റി കൊടുത്ത സിറ്റി വരും, ലാംഗ്വേജ് കൊടുത്ത ലാംഗ്വേജ് വരും. അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും. ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കൊച്ചി എന്നാണ് ഏറ്റവും കൂടുതൽ, തിരുവനന്തപുരം. ഇപ്പൊ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിസിറ്റർ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ലൊക്കേഷൻ നമുക്ക് ബിസിനസ് വന്നിട്ടുണ്ടാവാം, നിങ്ങളത് അറിയുന്നില്ല. വിചാരിക്കാത്ത ലൊക്കേഷൻ നിങ്ങൾക്ക് ബിസിനസ് വന്നിട്ടുണ്ടാവും, നിങ്ങളിത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈദരാബാദ്, ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് കാരണം കൊച്ചിനേക്കാളും കൂടുതൽ തിരുവനന്തപുരം, ദുബായിൽ നിന്ന് കുറെ പേരാണ്. അപ്പൊ അതനുസരിച്ച് അവിടെ കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. സർ ഇത് നമുക്ക് എക്സലിലേക്ക് എടുക്കാൻ പറ്റുമോ? പിന്നെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ഉണ്ടല്ലേ? പിന്നെ 100%. ഓക്കെ, കാരണം ഇവിടെ ഷെയർ ചെയ്യാം, ഷെയർ ദിസ് റിപ്പോർട്ട്, ഓപ്പൺ Okay. നമുക്ക് പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി അതാണല്ലോ അതിന്റെ, നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിലേക്ക് ആക്കാം. പവർ ബി ഐയിൽ ഇട്ട് നോക്കാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ അതാണല്ലോ പവർ ബി ഐ. ഉം. ഇങ്ങനത്തെ എടുത്താൽ റിപ്പോർട്ടുകൾ നമ്മുടേതായ വിഷ്വലൈസേഷൻ ക്രിയേറ്റ്, അതാണ് നമ്മൾ അനലിറ്റിക്സ് പഠിപ്പിച്ചത്. ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഇട്ട് ഡാഷ്ബോർഡ് ആക്കി, അങ്ങനെയാണ് നിങ്ങൾ കമ്പനിയിൽ പ്രസന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഓൾറെഡി ഒരു വിഷ്വലൈസേഷൻ ഉണ്ട് ഇതില്, കണ്ടോ, എല്ലാതരം വിഷ്വലൈസേഷൻ കാണിക്കുന്നുണ്ട് കുറെ. ഓക്കെ, പക്ഷെ പവർ ബി ഐ ആണ് ആക്ച്വൽ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ കാണിക്കാവുന്ന സാധനം. നിങ്ങളെ വിഷ്വലൈസേഷൻ കാണിച്ച് കമ്പനിയുടെ പ്രസന്റേഷനിൽ PPT കാണിക്കണം, ഇതാണ് ഇങ്ങനെയാണ്. അതാണ് ഒരു പക്ക പ്രൊഫഷണൽ അപ്രോച്ച്. പ്രൊഫഷണൽ അല്ല, അൾട്ടിമേറ്റ്, അതിന്റെ ഹൈ ലെവൽ അപ്രോച്ച് അതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പിള്ളേർന്ന് ചിലപ്പോൾ എക്സലിൽ ബുക്കിലൊക്കെ വിചാരിക്കും പറഞ്ഞാൽ, അതല്ല. നിങ്ങൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ വിഷ്വലൈസേഷൻ ആക്കുക. പവർ ബി ഐ ലാസ്റ്റ് 1 month ഇതാണ് ഇന്ന സിറ്റിന്ന് വന്നത്, ഈ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വന്നേക്കണത്, ഈ ഡിവൈസസ് ആണ് വന്നേക്കണത്. നമ്മുടെ ഡിവൈസ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നാണ്, അല്ല മൊബൈലിൽ നിന്നാണ് വന്നേക്കണത്. അത് ഇന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഇന്ന ബ്രൗസറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈറ്റ് ക്രോമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിസിറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് ക്രോമിൽ ചെക്ക് ചെയ്യാം, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഒരു 5 ബ്രൗസർ കാണിച്ചിട്ടുണ്ടാവും, ഈ 5 ബ്രൗസറിൽ നമ്മുടെ സൈറ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയാ. കുറച്ച് കൺഫ്യൂഷനും കുറച്ച് ഇതൊക്കെ തോന്നാട്ടെ, എല്ലാവരും പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനും ഇതിന്റെ ആക്സസ് തരാം. നിങ്ങൾ നാളെ ഇതിൽ ചെന്ന് എക്സ്പ്ലോർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. അതുപോലെ തന്നെ ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഈ അഡ്മിനിലാണ് കണ്ടോ, ഇവിടെ അക്കൗണ്ട്, പ്രോപ്പർട്ടി,
ഡേറ്റ കളക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ആണ്. അക്കൗണ്ട് പ്രോപ്പർട്ടി, നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു അക്കൗണ്ടിന് നമുക്ക് ആക്സസ് കൊടുക്കാം. യൂസർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നിങ്ങൾ പേടിക്കുന്നത് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ടാണ് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിന് ആക്സസ് കൊടുക്കാം. വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ആക്സസ് കൊടുക്കാം എന്നാണോ സർ? അതോ ആർക്ക് വേണമെങ്കിലും ആക്സസ്? ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ നമ്മുടെ പഴയ സ്റ്റുഡൻസിനൊക്കെ കൊടുത്തിരിക്കുന്നതാണത്. ഓ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് വേറെ അനലിറ്റിക്സ്, നിങ്ങൾക്ക് വേറെ സൈറ്റ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ സൈറ്റിന് ആക്സസ് തരുന്നതാണ്. ഇത് പണ്ട് നമുക്കിപ്പോ ഞാൻ ചോദിച്ചത് ഗൂഗിൾ അനലിറ്റിക്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്കാണ് ആക്സസ് കൊടുക്കേണ്ടത്, അതോ ആർക്ക് വേണമെങ്കിലും മെയിൽ ഐ ഡി ത്രൂ ആക്സസ് കൊടുക്കാം? ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അവർക്ക് അനലിറ്റിക്സ് ഗൂഗിളിലെ ഇമെയിൽ ചെക്ക് ചെയ്താൽ കിട്ടും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അനലിറ്റിക്സ് അക്കൗണ്ട് വേണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയി. കാരണം ഇതൊക്കെ ജിമെയിലാണ്, ഗൂഗിളിന്റെ ആണ് എല്ലാം. ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടിക്ക് ആക്സസ് ഉണ്ട്. ചിലപ്പോൾ ഒരു അക്കൗണ്ടിൽ നമുക്ക് 5 വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ വെബ്സൈറ്റിന് എ എന്ന് പറഞ്ഞ ആൾക്ക് മാത്രം ആക്സസ് കൊടുക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് വേറെ ബി എന്ന് പറഞ്ഞ ആക്സസ് കൊടുക്കാം. ക്ലിയർ ആയോ? അതാണ് അക്കൗണ്ട് പ്രോപ്പർട്ടി. ഞാൻ നിങ്ങളിത് ഇപ്പൊ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് നിങ്ങൾ അക്കൗണ്ടും പ്രോപ്പർട്ടി ഇപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണ് അക്കൗണ്ട്, എന്താണ് പ്രോപ്പർട്ടി, എങ്ങനെയാണ് നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഓൾറെഡി ചെയ്തുകൊണ്ടാണ്. കണ്ടോ, എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ടിന്റെ പേര് കൊടുക്കാം. മനസ്സിലായോ? അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അത് അക്കൗണ്ട് കൊടുത്തേം അക്കൗണ്ടിന്റെ കീഴിൽ പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ. കണ്ട, പ്രോപ്പർട്ടി കൊടുക്കണം, ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കണം. 5 സ്റ്റെപ്പാണ് ഇതിൽ. കണ്ടോ, ബിസിനസ് ഒബ്ജക്റ്റീവ്, ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനിലാണ് നിങ്ങൾക്ക് വ്യൂസ് കാര്യങ്ങൾ കിട്ടുക. നിങ്ങൾ പേടിക്കണ്ട, ഇപ്പൊ നിങ്ങൾ ചെയ്യും. എല്ലാവരും ചെയ്യാനും പോകണം. ഞാൻ ജസ്റ്റ് ഈ തിയറിറ്റിക്കൽ ചെയ്ത് നിങ്ങളുടെ ഇത് കാണിക്കാനും നിങ്ങളെ പ്രാക്ടിക്കലി ചെയ്ത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടി കഴിഞ്ഞപ്പോൾ കിട്ടിക്കോളും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചാല്, എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ ജിമെയിൽ തരാം. ചാറ്റിലേക്ക് ഇടണ്ട, കാരണം കിട്ടില്ല. എന്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടോ? ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി തെറ്റരുത് കേട്ടോ. അയക്കാം.